ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ്റെ 2ാമത്തെ പാർട്ടുമായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. Okay, isn't it the gravitational force that causes the detached coconut to fall from a coconut tree? The coconut falls down because of the downward acceleration produced by the unbalanced force exerted by the earth on the coconut. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു തെങ്ങുമെന്ന് എന്ത് വീഴുന്നത്, ഒരു തേങ്ങ താഴോട്ടേക്കാണ് വീഴുന്നത് അല്ലെ, തേങ്ങ താഴോട്ടേക്കാണ് വീഴുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, നമ്മളുടെ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു ഫോഴ്സ് കൊടുത്തിട്ടാണ് പിടിച്ചു വലിക്കുന്നത് അല്ലെ. അപ്പം ഈ ഫോഴ്സ് കൊടുത്ത് ഈ തേങ്ങ ഇങ്ങനെ താഴോട്ടേക്ക് വരണമെങ്കിൽ എന്താണ്, ഒരു ആക്സിലറേഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതും എങ്ങനെയുള്ളതാണ് കൊടുക്കുന്നത്, അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സേർട്ടഡ്, അൺബാലൻസ്ഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. അൺബാലൻസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെസ്റ്റിൽ നിന്ന് മോഷനിലേക്കോ മോഷനിൽ നിന്ന് റെസ്റ്റിലേക്കോ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പം നമുക്കറിയാം എന്താണ്, ബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. എങ്ങനെ ഫോഴ്സ് കൊടുക്കണം, അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, a heavy body and a light body are dropped down together from a certain height. ഇപ്പം ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു 100 മീറ്റർ ഹൈറ്റിന്ന് ഒരു 10 kg ഉള്ള ഒരു കല്ലും 1 kg ഉള്ള കല്ലും താഴേക്ക് ഇടുകയാണെന്ന് വിചാരിക്കും. ഓക്കെ, ഒരു 100 മീറ്റർ ഹൈറ്റിൽ 10 kg ഉള്ളയും 1 kg ഉള്ള രണ്ട് ബോഡീസ് ഒരേ സമയം താഴേക്ക് ഇടുക എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വിച്ച് വൺ റീച്ച്ഡ് ഫസ്റ്റ്, ഏതായിരിക്കും ആദ്യം എത്തുക? നമ്മളെ ലോജിക്ക് വെച്ച് നമ്മൾ എന്തായിരിക്കും പറയുക, 10 kg എന്നായിരിക്കും നമ്മൾ പറയുക അല്ലേ. പക്ഷെങ്കിൽ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയും 10 kg ആയിക്കോട്ടെ, 1 kg ആയിക്കോട്ടെ, 100 kg ആയിക്കോട്ടെ, 2000 kg ആയിക്കോട്ടെ, എത്ര kg ആയി കഴിഞ്ഞാലും രണ്ടും അല്ലെങ്കിൽ എല്ലാം എന്താണ്, സെയിം ടൈമിലാണ് എത്തുക. എങ്ങനെയാണ്, സെയിം ടൈമിലാണ് എത്തുക. അപ്പം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് വൺ വിൽ എക്സ്പീരിയൻസ് ഗ്രേറ്റർ ആക്സിലറേഷൻ? ഗ്രേറ്റർ ആക്സിലറേഷൻ ആർക്കായിരിക്കും, രണ്ടാക്കും അല്ലേ. ബോത്ത് ഹാവ് സെയിം ആക്സിലറേഷൻ, ആണ്. ബോത്ത് ഹാവ് സെയിം ആക്സിലറേഷൻ. വിച്ച് വൺ റീച്ച്ഡ് ഫസ്റ്റ്? ബോത്ത് at the same time അല്ലെ, ബോത്ത് റീച്ച്ഡ് അറ്റ് ദി സെയിം ടൈം ആണ്. ഗ്രേറ്റർ ആക്സിലറേഷൻ ആർക്കാണ്, രണ്ടിനും എന്താണ്, സെയിം ആക്സിലറേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ നമ്മളുടെ ഭൂമി കൺസിഡർ ചെയ്യുക. ഇത് നമ്മളുടെ ഭൂമിയാണെന്ന് വിചാരിക്കും. ഭൂമിയുടെ ഷേപ്പ് എന്താ, സ്ഫെറിക്കൽ ആണോ? അല്ല. ഭൂമിയുടെ ഷേപ്പ് എന്താണ്, ജിയോയിഡ് ആണ്. സ്ഫിയറും അല്ല, വട്ടവും അല്ല. ഈ രണ്ട് സൈഡ് കുറച്ച് ബൾജ് ചെയ്ത രീതിയിൽ, ഈ രണ്ട് സൈഡ് കുറച്ച് അമർന്ന രീതിയിൽ അല്ലേ. ഈ ഒരു ഷേപ്പാണ് നമ്മളുടെ ഭൂമിയുടെ ഷേപ്പ്, ജിയോയിഡ് ഷേപ്പ് എന്ന് പറയും. അപ്പൊ ഭൂമിയുടെ മാസ് ക്യാപിറ്റൽ M ആണെന്ന് വിചാരിക്കും. ഇനി എന്താണ്, ഭൂമിയുടെ സർഫസിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ടുണ്ട്, സ്മോൾ ലെറ്റർ M ആണ് എന്ന് വിചാരിക്കും. അപ്പൊ ഭൂമിക്ക് എന്താണ്, സെന്ററിൽ നിന്ന് ഈ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം ക്യാപിറ്റൽ ലെറ്റർ R, അതായത് റേഡിയസ് ആണെന്ന് വിചാരിക്കും. ഇനിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമുക്കറിയാം എന്താണ്, F is equal to Gm1 m2 by d സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലേ. അപ്പൊ ഇവിടെ M1 പകരം ആരാ ഉള്ളത്, M1 പകരം മാസ് ഓഫ് ദി എർത്ത് ആണ്, ക്യാപിറ്റൽ M ആണ് ഉള്ളത്. M2 പകരം ആരാ ഉള്ളത്, M2 പകരം ഈ സ്മോൾ m ആണ് ഉള്ളത് അല്ലെ, മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് ഉള്ളത്. ഡിസ്റ്റൻസിന് പകരം ഇവിടെ ആരാ ഉള്ളത്, ക്യാപിറ്റൽ ലെറ്റർ ആറുമാണ് ഉള്ളത് അല്ലെ. ഡിസ്റ്റൻസിന് പകരം ക്യാപിറ്റൽ ലെറ്റർ ആറ്. അപ്പൊ ഇത് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും, Gmm/r² എന്ന് വരും അല്ലെ. Gmm/r². അതേപോലെ തന്നെ ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്കറിയാലോ എന്താണ്, F=ma ആണ്. F=ma. ഇനിയാണ് കാര്യത്തിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. ഇവിടെ A എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ആക്സിലറേഷൻ അല്ലെ. ഒരു വാഹനത്തിന്റെയോ അല്ലെ ഒരു വസ്തുവിന്റെയോ ആക്സിലറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഭൂമി, ഇത് ഭൂമിയാണെങ്കിൽ ഭൂമിയിലേക്ക് ഒരു വസ്തു വരികയാണെങ്കിൽ അല്ലെ, നമ്മൾ മേലോട്ടേക്ക് ഒരു കല്ലെറിഞ്ഞ്
കല്ല് താഴോട്ടേക്ക് വരും അല്ലെ, അതിന്റെ കാരണം എന്താ, നമ്മളുടെ ഭൂമി താഴോട്ടേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് അല്ലെ. ആ പിടിച്ചു വലിക്കുമ്പോൾ ഭൂമി എന്തോ ഒരു ആക്സിലറേഷൻ ആ ഒരു ഒബ്ജക്റ്റിന് കൊടുക്കുന്നുണ്ട് അല്ലെ. താഴോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആക്സിലറേഷൻ കൊടുക്കുന്നുണ്ട്. ഈ ആക്സിലറേഷൻ ആണ് നമ്മൾ എന്ത് പറയാ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മഞ്ഞ ബോക്സ് നോക്ക്, ദ ആക്സിലറേഷൻ ഓഫ് ഒബ്ജക്ട്സ് by the force of gravity is known as acceleration due to gravity. എന്താണ്, the acceleration of objects by the force of gravity is known as acceleration due to gravity. It is denoted by the letter, ഏത് ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ G ആണ്. ഏത് ലെറ്റർ ആണ്, സ്മോൾ ലെറ്റർ G വെച്ചിട്ടാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, F ഈക്വൽ ടു എം എ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ എം ഇൻറ്റു, ഇവിടെ എന് പകരം നമ്മൾ ആരെ ഇട്ട് കൊടുക്കും, നമ്മൾ ജീന് ഇട്ട് കൊടുക്കും. കാരണം എന്താ, വെറും ആക്സിലറേഷൻ അല്ല, എന്തിന്റെ ആക്സിലറേഷനാ, ഗ്രാവിറ്റി അല്ലെ. ഗ്രാവിറ്റി കാരണം ഉണ്ടാവുന്ന ആക്സിലറേഷൻ ആയതുകൊണ്ട് നമ്മൾ എ എന്നുള്ളത് മാറ്റി എന്തിട്ട് കൊടുത്ത്, ജി എന്നാക്കി കൊടുത്ത്. അപ്പൊ ഇതെന്താ, ഇത് ഇക്വേഷൻ 2. അപ്പൊ ഇക്വേഷൻ 1ന്റെയും 2ന്റെയും ലെഫ്റ്റ് സൈഡ് നോക്ക് നിങ്ങൾ, രണ്ടും എഫ് തന്നെയാണ് ഉള്ളത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും, ജി എം എം ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും, എം ജി എന്ന് വരും. അപ്പൊ ഇവിടെയോ നോക്ക്, എം ഉണ്ട് അല്ലെ, എം കോമൺ ആയിട്ടുള്ളതുകൊണ്ട് എന്ത് ചെയ്ത് നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ എന്താവും നമ്മളുടെ ഫൈനൽ ഇക്വേഷൻ, ജി ഈസ് ഈക്വൽ ടു എന്ത് വരും, ജി എം ബൈ ആർ സ്ക്വയർ. ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ. ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, അപ്പൊ ഈ ക്യാപിറ്റൽ ജി എന്തായിരുന്നു, ക്യാപിറ്റൽ ജി ആണ് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എം എന്താണ്, മാസ് ഓഫ് ദി എർത്ത്. ആർ എന്താണ്, റേഡിയസ് ഓഫ് ദി എർത്ത്. അപ്പൊ ഇതിന്റെ വാല്യൂസ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. Okay, let's consider the mass of the object as m, mass of the earth as m, and the radius of earth as r. Then according to law of gravitation, the force of attraction exerted by the earth is, അതാണ് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തത്, F equal to gmm by r square. But according to the second law of motion, the force required to give acceleration g to an object of mass m is F equal to mg. നമ്മൾ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തി അല്ലെ, g equal to gm by r സ്ക്വയറിലേക്ക് എത്തി. ഇനിയാണ് അടുത്തത് എന്താണ്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ജി. ജിന്റെ യൂണിറ്റ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം, ജി ഈസ് ഈക്വൽ ടു എന്താണ്, ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ജിന്റെ യൂണിറ്റ് എന്തായിരുന്നു, നമ്മൾ തൊട്ട് മുന്നേ അല്ല, ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടുപിടിച്ചതാണ്. എന്താണ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കിലോഗ്രാം സ്ക്വയർ. ഇതാണ് ജിന്റെ യൂണിറ്റ് അല്ലെ. മാസിന്റെ യൂണിറ്റ് എന്താ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് അല്ലെ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇനി എന്താ, റേഡിയസ് അല്ലെ. റേഡിയസിന്റെ യൂണിറ്റ് എന്താ, മീറ്റർ സ്ക്വയർ ആണ് അല്ലെ. അപ്പോൾ മീറ്റർ സ്ക്വയർ വരും. അപ്പൊ ഈ മീറ്റർ സ്ക്വയറും വെട്ടും, കിലോഗ്രാമും 1 കിലോഗ്രാമും വെട്ടും. അപ്പൊ എന്ത് വരും, ന്യൂട്ടൺ പെർ കിലോഗ്രാം. ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളുടെ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ഫോഴ്സ് എന്താണ്, എം ഇൻറ്റു എ അല്ലെ. അത് വേണമെങ്കിൽ അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസിന്റെ യൂണിറ്റ് എന്താ, കിലോഗ്രാം. എന്റെ യൂണിറ്റ് എന്താ, ആക്സിലറേഷൻ അല്ലെ, മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു കിലോഗ്രാം അല്ലെ. അപ്പൊ കിലോഗ്രാമും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ കിലോഗ്രാമും വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ജി, യൂണിറ്റ് ഓഫ് ജി ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മളുടെ സാധാരണ ആക്സിലറേഷന്റെ അതേ യൂണിറ്റ് തന്നെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെയും യൂണിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്ക്, ഈസ് ദി മാസ് ഓഫ് ദി ഒബ്ജക്ട് ഇൻക്ലൂഡഡ് ഇൻ ദിസ് ഇക്വേഷൻ. നമ്മളുടെ ഇക്വേഷൻ എന്താ, ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ഇതിൽ മാസ് ഓഫ് ദി ഒബ്ജക്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ടോ, ഇല്ല, നോ അല്ലേ, നോ. From this equation, it is clear that acceleration due to gravity is independent of the mass of the object. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, ഈ ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, മാസ് ഓഫ് ദി എർത്ത്, റേഡിയസ് ഓഫ് ദി എർത്ത്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളൂ അല്ലെ. ഒബ്ജക്റ്റിന്റെ മാസ് ഉണ്ടോ, ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം,
acceleration due to gravity is independent of the mass of the object. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതുകൊണ്ടാണ് എന്ത് നമ്മൾ 100 കിലോ ഉള്ളതും 1 കിലോ ഭാരമുള്ളതും സെയിം ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായിട്ട് വരുന്നത്, ഒരേ സമയത്ത് താഴേക്ക് എത്തുന്നത്. കാരണം എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇത് 100 അല്ലേ, 100 ഇത് 1 മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? മാസ് ഓഫ് ദി എർത്തിനെയും റേഡിയസ് ഓഫ് ദി എർത്തിനെയും മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ if mangoes and leaves fall down from a mango tree at the same time, will they reach the ground together? What will be the reason? ഇപ്പോൾ ഇതൊരു മാവിൻ്റെ മരമാണ് എന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു മാങ്ങയുമുണ്ട്, പിന്നെ എന്താ, മാവിൻ്റെ ഇലയുമുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം താഴേക്ക് വീഴുകയാണെന്ന് വിചാരിക്കുക. ഒരേ സമയം താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആദ്യം ആരായിരിക്കും എത്തുക? ആദ്യം മാങ്ങയായിരിക്കും എത്തുക, അല്ലേ? മാങ്ങയായിരിക്കും എത്തുക. പക്ഷെ ലീഫ് എന്താണ്, മെല്ലെ മെല്ലെ ആടി ആടി ആടിയാണ് വരിക, അല്ലേ? പക്ഷെ ശരിക്കും ഫിസിക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉത്തരം എങ്ങനെ പറയണം? മാങ്ങയും ഇലയും ഒരേ സമയത്താണ് താഴെ എത്താന്ന് നമ്മൾ ഫിസിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് പറയണം. പക്ഷെ ഇവിടെ നമ്മളുടെ ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചത്? ഈ ഇല ഇങ്ങനെ ആടി ആടി വരും, അല്ലേ? അപ്പൊ ഇവിടെ ഒക്കെ എന്തുണ്ട്? എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും, അല്ലേ? എന്തുണ്ടാവും? എയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഈ എയറിന്റെ ഇൻഫ്ലുവൻസ് കാരണം എന്താ, നമ്മളുടെ ഇല പോലെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്താ മെല്ലെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പാറി 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 മെല്ലെ താഴേക്ക് വീഴുകയാണ് ചെയ്യുക. അപ്പോൾ ഒറിജിനലി അല്ലെങ്കിൽ ഫിസിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എന്ത് പറയണം? രണ്ടും സെയിം ടൈമാണ് വരിക. കാരണം ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്, അല്ലേ? പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ ഇങ്ങനെ വെയിറ്റ് കൂടിയത് വേഗം എത്തും, അല്ലേ? വെയിറ്റ് കുറഞ്ഞത് മെല്ലെ മെല്ലെയാണ് എത്തുക. അതിന്റെ കാരണം എന്താണ്? എയർ റെസിസ്റ്റൻസ് കാരണമാണ്. അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് നമുക്ക് ടെക്സ്റ്റിൽ, അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. A piece of paper and a coin are dropped down together from the same height. What do you observe? പേപ്പറും കോയിനും ഒരേ ഹൈറ്റ് എന്നാണ് ഇട്ടത്. നമ്മൾ കാണുക എങ്ങനെയാണ്? കോയിൻ ആദ്യം എത്തും, പേപ്പർ പിന്നെയാണ് എത്തുക. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താ? എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്, അല്ലേ? റിപ്പീറ്റ് ദ എബോ ആക്ടിവിറ്റി ആഫ്റ്റർ ക്രംപ്ലിംഗ് ദ പേപ്പർ. വാട്ട് ഡിഫറൻസ് ഡു യു ഒബ്സർവ് നൗ? അല്ലേ? ഇപ്പം എന്താണ്? ആ പേപ്പർ എന്ത് ചെയ്യുക? ആ പേപ്പർ ചുരുട്ടുക. പേപ്പർ ചുരുട്ടിയിട്ട് എന്ത് ചെയ്യുക? ഇടുക. അപ്പം എന്താണ്? അപ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ പേപ്പർ താഴേക്ക് വീഴുന്നതായിട്ട് കാണാനായിട്ട് പറ്റും, അല്ലേ? അപ്പം ഇതിൻ്റെ കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് എയർ ദാറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് ലീവ്സ്, ഫെദർ, പേപ്പർ എക്സെട്ര ഫാൾ ഡൗൺ സ്ലോലി, അല്ലേ? എയറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ലീഫ്, ഫെദർ, പേപ്പർ അതൊക്കെ മെല്ലെ താഴേക്ക് വീഴാനായിട്ട് കാരണം. ഓക്കെ. With the advent of technology to create vacuum, this inference was proved by experiments. Feather and coin experiment is one of them. അപ്പോൾ എന്താണ്? ഒരു വാക്വം എന്ന് പറയുന്ന ഒരു ടെക്നോളജി, അല്ലെ? ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്താ നമുക്ക് വാക്വം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വാക്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? എയറിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫുൾ ശൂന്യമാക്കി വെക്കാം. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാനായിട്ട് പറ്റും? ഇപ്പം 100 kg ഉള്ള കല്ലോ അല്ലെ 1 kg ഉള്ള കല്ലോ ആയിക്കോട്ടെ, രണ്ടും സെയിം ടൈം വന്ന് വീഴുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ആ തരം രീതിയിൽ, അല്ലെ? ഈ ഒരു രീതിയിൽ പ്രൂവ് ചെയ്ത ഒരു എക്സ്പെരിമെന്റ് ആണ് ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെന്റ്. ഓക്കെ. അതെന്താണെന്ന് നോക്കാം. എ കോയിൻ ആൻഡ് എ ഫെദർ ആർ പ്ലേസ്ഡ് ഇൻ എ ലോങ് ട്രാൻസ്പെറൻറ്റ് ട്യൂബ്. ഈ ഒരു ട്യൂബ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ട്യൂബിൽ എന്താണ്? ഫെദർ, തൂവലും ഒരു കോയിനും വെച്ചിട്ടുണ്ട്. When it is held vertically and then suddenly turned upside down, it is seen that the feather reaches the bottom shortly after the coin. If the air inside the tube is removed and the experiment is repeated, it can be seen that both the feather and the coin reach the bottom simultaneously. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നാമത്തെയാണ്, ഇതെന്താണ്? ഇത് രണ്ടാമത്തതുമാണ്. ഓക്കെ. ഈ ആദ്യത്തെ ട്യൂബിൽ എയർ നിറച്ചിട്ടുണ്ട്. ഓക്കെ. എയർ നിറച്ചിട്ട് എന്താണ്? ഇവിടെ അങ്ങനെ ഫെദറും എന്ത് വെച്ചിട്ടുണ്ട്? കോയിനും വെച്ചിട്ടുണ്ട്. ഈ ഒരു ബോട്ടത്തിൽ ഫെദറും കോയിനും വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ? നേരെ കുപ്പി മലത്താം. എന്ന് വെച്ചാൽ നേരെ ഫ്ലിപ്പ് ചെയ്യുക, അപ്പ്, അല്ലേ? ആദ്യം ഇത് മേൽഭാഗമായിരിക്കും, ഇത് താഴ്ഭാഗമായിരിക്കും, അല്ലേ? എന്നിട്ട് നേരെ ഫ്ലിപ്പ് ചെയ്യുക. ഫ്ലിപ്പ് ചെയ്യുമ്പോൾ എന്ത് കാണാനായിട്ട് പറ്റും? കോയിൻ ആദ്യം താഴേക്ക് പോവും, ഫെദർ പിന്നെയാണ് വീഴുക. കാരണം എന്താണ്? എയറിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ചെയ്ത് എന്താണെന്ന് വെച്ച്
കഴിഞ്ഞാൽ ഇവാക്വേറ്റഡ് ട്യൂബ് അല്ലേ, ഇവാക്വേറ്റഡ് ട്യൂബ് എന്ന് കാണുന്നുണ്ടല്ലോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്യൂബിൻ്റെ ഉള്ളിലെ എയറിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ എയറിനെയൊക്കെ എയറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക, വാക്വം ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ആ വാക്വത്തിൽ വെച്ചിട്ട് ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ എന്ത് കാണാനായിട്ട് പറ്റിയതാ, ഈ ഒരു ഫെദറും കോയിനും അല്ലേ ഒരേ സമയത്താണ് വീഴുന്നത്. അപ്പൊ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി മാസ് ഓഫ് ദി ഒബ്ജക്റ്റ്. പക്ഷെങ്കിൽ നമ്മളുടെ സാധാരണ അല്ലെ എയറിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ എക്സ്പെരിമെന്റ് കിട്ടൂല, കാരണം എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട്. വാക്വത്തിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, based on this experiment, are you able to explain why feather, leaf, paper, etc. fall slowly onto the ground? എന്തായിരിക്കും, due to air resistance അല്ലേ, എയർ റെസിസ്റ്റൻസ് കാരണം, due to air resistance, due to air resistance. എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് പേപ്പർ, ഫെദർ, ലീഫ് ഒക്കെ മെല്ലെയാണ് വീഴുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ കാണാനായിട്ട് പോവാം. നമുക്കറിയാം ജി ഇസ് ഈക്വൽ ടു എന്താണ്, ജി എം ബൈ ആർ സ്ക്വയർ ആണെന്ന് അറിയാം അല്ലേ. പിന്നെ എന്ത് ചെയ്യുക, ഈ ജിന്റെ വാല്യൂ നമുക്കറിയാം എത്രയാണ്, 6.67 ഇൻറ്റു 10⁻⁻11 അല്ലേ. 6.67 ഇൻറ്റു 10⁻⁻11 ആണ് ജിന്റെ വാല്യൂ. എം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മാസ് ഓഫ് ദി ഏർത്തിന്റെ മാസ് ആണ്. ഏർത്തിന്റെ മാസ് പറഞ്ഞത് 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം ആണ്. 6 ഇൻറ്റു 10⁻24 കിലോഗ്രാം ആണ്. ഇനി എന്താണ് റേഡിയസ് അല്ലേ, റേഡിയസ് എത്രയാണ് ഏർത്തിന്റെ, റേഡിയസ് ഓഫ് ഏർത്ത് 6.4 ഇൻറ്റു 10⁻6 മീറ്റർ ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ജി ഈസ് ഈക്വൽ ടു 6.67 ഇൻറ്റു 10⁻11 ഇൻറ്റു എം എത്രയാണ്, 6 ഇൻറ്റു 10⁻24 ഡിവൈഡഡ് ബൈ 6.4 ഇൻറ്റു 10⁻6 ഹോൾ സ്ക്വയർ. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, ഒരു വാല്യൂ ആണ് എന്ത്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഈ വാല്യൂ പഠിച്ചു വെക്കണം, നിർബന്ധമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ എന്താണ്, ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ജി ഈസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ഇസ് ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദ സെയിം എവ്രിവെയർ ഓൺ ദി എർത്ത്? ശരിക്കും നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാനാണ് വന്നതെങ്കിൽ ജിന്റെ വാല്യൂ 9.8 ആയിട്ടാണ് എടുക്കുക, കോൺസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലാണ് എടുക്കുക. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ എന്താ, നമ്മളുടെ ജിന്റെ വാല്യൂ എന്താണ്, വ്യത്യാസപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് എർത്ത് ആണെന്ന് സങ്കല്പിക്കാം. ഡസ് ദി എർത്ത് ഹാവ് പെർഫെക്റ്റ് സ്പെറിക്കൽ ഷേപ്പ്? നോ, ദ എർത്ത് ഹാസ് നോട്ട് സ്പെറിക്കൽ ഷേപ്പ്. അല്ലല്ലോ, സ്പെറിക്കൽ ഷേപ്പ് അല്ല. എന്ത് ഷേപ്പ് ആയിരുന്നു, നമ്മളുടെ ജിയോയിഡ് ഷേപ്പ് ആണ് അല്ലേ, ജിയോയിഡ് ഷേപ്പ് ആണ്. വിച്ച് റീജിയൻ ഓഫ് ദി എർത്ത് ഇസ് ദി ഫാർതസ്റ്റ് ഫ്രം ദി സെന്റർ? ഇത് സെന്റർ ആണ് അല്ലേ. ഇതെന്താണ്, ഇത് ഇക്വേറ്റർ ആണ്. ഇതെന്താണ്, പോളാണ് അല്ലേ. ഇത് പോള്, ഇതെന്താണ്, ഇക്വേറ്റർ ആണ്. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, വിച്ച് റീജിയൻ ഓഫ് ദി എർത്ത് ഇസ് ദി ഫാർതസ്റ്റ് ഫ്രം ഇറ്റ് സെന്റർ? സെന്ററിൽ നിന്നും ദൂരം കൂടുതൽ ആർക്കാണ്, ഇക്വേറ്ററിലാണ് അല്ലെ. അപ്പോൾ ഇക്വേറ്റോറിയൽ റീജിയൻ. വിച്ച് റീജിയൻ ലൈസ് ക്ലോസർ ടു ദി സെന്റർ ഓഫ് എർത്ത്? സെന്റർ ഓഫ് എർത്തിന് അടുത്ത് ആരാ ഉള്ളത്, നമ്മളുടെ പോൾസ് ആണ് അല്ലെ. ആരാണ്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്താം, പോൾസ് ആണ്. How does the value of G vary as the distance from the earth center to the surface changes? നമുക്ക് ഇക്വേഷൻ നിന്ന് നോക്കാം അല്ലെ. അപ്പൊ ജി ഈസ് ഈക്വൽ ടു എന്താണ്, ജി എം ബൈ ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ നോക്ക്, ഈ ആറിനനുസരിച്ച് ജിന്റെ വാല്യൂല് എന്ത് വ്യത്യാസമാണ് വരുന്നതെന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ജിയും ആറും തമ്മിൽ എന്താണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ. 6 കൂടുകയാണെങ്കിൽ ജി കുറയും, 6 കുറയാണെങ്കിൽ ജി കൂടും അല്ലെ. ഇൻവേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ്, 6 കൂടുകയാണെങ്കിൽ ജി എന്ത് ചെയ്യും, ജി കുറയും. 6 കുറയുകയാണെങ്കിലോ ജി കൂടുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം, വേർ ഈസ് ദി വാല്യൂ ഓഫ് ജി മാക്സിമം? എവിടെയാണ് ജി വാല്യൂ മാക്സിമം ആയിട്ടുണ്ടാവുക? എവിടെയാണോ കുറവ് അല്ലെ, എവിടെയാണോ കുറവ് ജിന്റെ വാല്യൂ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പൊ 6 കുറവ് എവിടെയാ, ഇത് 6 ആണ് അല്ലെ. അപ്പൊ 6 ഏറ്റവും കുറവ് എവിടെയാ, പോളിലാണ് അല്ലെ. പോളിലാണ് 6ന്റെ വില കുറവ്. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, അറ്റ് പോൾ അല്ലെ, at the polar region. What is the value of G maximum? Where is the value of G maximum? At the poles ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? The force of attraction on an object at the center of earth from all sides of the earth are equal. If so, what will be the value of G at the center? Discuss and record. എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മളുടെ ഇതാണ് ഭൂമി അല്ലേ, ഇത് ഇക്വേറ്റോറിയൽ റീജിയൻ, ഇതെന്താണ് പോളാർ റീജിയൻ. അങ്ങനെയാണെങ്കിൽ ഈ സെന്ററിൽ ജിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം. ജി ഈസ് ഈക്വൽ ടു എന്താണ്? ജി എം ബൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ ജി എം ബൈ ആർ സ്ക്വയർ. അപ്പൊ നോക്കിക്കോളൂ, ഈ സെന്ററിൽ ആർ എത്രയായിരിക്കും? സെന്ററിൽ ആർ എന്തായിരിക്കും? ആറ് 0 ആയിരിക്കും അല്ലേ? അപ്പൊ ജിന്റെ വില എന്തായിരിക്കും? ജി ഈസ് ഈക്വൽ ടു 0. അപ്പൊ എന്ത് എഴുതാനായിട്ട് പറ്റും? അറ്റ് സെന്റർ അല്ലെ, അറ്റ് സെന്റർ വാല്യൂ ഓഫ് ജി ഈസ് ഈക്വൽ ടു 0. അറ്റ് സെന്റർ വാല്യൂ ഓഫ് ജി വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നോക്കിക്കോളൂ. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ജി ഇൻ ദി ഇക്വേറ്റോറിയൽ റീജിയൻ. ഇക്വേറ്റോറിയൽ റീജിയനിലെ വാല്യൂ ഓഫ് ജി എന്താണ്? 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ജി ഇൻ ദി പോളാർ റീജിയൻ എത്രയാണ്? 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും ആണ്. ഓക്കെ, ഇനി കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. അപ്പം അതും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോ കുറച്ച് കൂടുതൽ ലെങ്തി ആയിപ്പോൾ. അപ്പം നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്